സന്ദേശം കേട്ടുകൊണ്ട് വിശുദ്ധ മത്തായിയുടെ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ഒരു ആത്മീയത നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തേണ്ടതുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. 16-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അതായത് അവർ അതിവേഗം പോയി. ഇനി അതിവേഗം പോകുവാനായിട്ടുള്ള കാരണം കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ആട്ടിടയന്മാർക്ക് ദൈവദൂതനിലൂടെ ലഭിക്കുന്ന സന്ദേശമാണ്. നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന് കേട്ടു. അപ്പോഴ് ദൈവവചനം അവര് കേൾക്കുകയാണ്. ദൈവവചനം കേൾക്കുകയാണ്. കേട്ട ഉടനെ തന്നെ അവർ അതിവേഗം പോയി. കേട്ട ഉടനെ തന്നെ കേട്ട വചനത്തെ കണ്ടു വിശ്വസിക്കുവാനായിട്ട്. അതായത് ഇടയന്മാർ ദൈവത്തിന്റെ വചനം കേട്ടു വിശ്വസിച്ചു. ഒപ്പം തന്നെ അതിവേഗത്തിൽ ചെന്നുകൊണ്ട് ആ കേട്ട വചനം കാണുകയും വിശ്വസിക്കുകയും ചെയ്യുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. എന്താണ്? കേട്ട വചനങ്ങളെ, കേട്ട ദൈവവചനങ്ങളെ കണ്ട് വിശ്വസിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമുക്കറിയാം, വചനം എന്ന് പറയുന്നത് അഭിഷേകമാണ്. വചനാഭിഷേകം. വചനം എന്ന് പറയുന്നത് വലിയ വിടുതലാണ്, സൗഖ്യമാണ്, ആശ്വാസമാണ്. യാതൊരു സംശയമില്ല. വചനത്തിലൂടെ അനേകം പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വിടുതൽ അനുഭവിച്ചിട്ടുണ്ട്, മാനസാന്തരം കടന്നു വന്നിട്ടുണ്ട്, സൗഖ്യം കടന്നു വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ വലിയ അഭിഷേകവും അനുഗ്രഹങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ.